ഹലോ ഗൈസ്, ഇന്നത്തെ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്ന് നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ അങ്ങനെ പോകാനുള്ള ഒരുക്കങ്ങളിലാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക, ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഞാനൊരു 7 മണിയായപ്പോൾ എഴുന്നേറ്റ് പല്ലൊക്കെ തേച്ച് അങ്ങനെ ചായ കുടിച്ച് വന്നിരിക്കുകയാണ്. ഇനി കുളിക്കണം, പോയിട്ട് റെഡി ആവണം. 9:45 പോണത്. അപ്പോൾ അങ്ങനെ കുളിച്ച് റെഡി ആയിട്ട് കാണാം. അങ്ങനെ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇനി എന്തായാലും ഫുഡ് കഴിക്കാം. അപ്പോൾ നൂലപ്പം പാലാണ് ഉള്ളത്. പിന്നെ എനിക്ക് നൂലപ്പം പാലും വലിയ ഇഷ്ടമല്ല, എനിക്ക് നൂലപ്പം കറിയാണ് ഇഷ്ടം. പക്ഷെ കറി ഉണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും ഇത് വെച്ച് തന്നെ കഴിച്ചു നമ്മൾ. കറി പിന്നെ പയറ് കൂട്ടാനായിരുന്നു ഉണ്ടായത്, അപ്പോൾ ഇതിൻ്റെ കൂടെ കൂട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ജീൻസും ടീഷർട്ടാണ് ഇട്ടത്. ഇനി അമ്മാമ്മ കൂടി റെഡി ആയിട്ട് വേണം നമുക്ക് പോകാൻ. അപ്പോൾ ഇപ്പോൾ സമയം 9 മണിയായിട്ടുള്ളൂ. പിന്നെ നേരെ അങ്കിളിൻ്റെ വീട്ടിലേക്ക് പോയി. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവർ റെഡി ആവുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് ഇവിടുത്തെ ഞാൻ കുറച്ച് ചെടികളൊക്കെ വെറുതെ എടുത്തതാണ് ഇരുന്നപ്പോൾ. അപ്പുറത്തൊക്കെ കുറേ ചെടികളുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് അവിടെ ഇരുന്നപ്പോൾ ഇങ്ങനെ എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ സമയം ആവണുണ്ടായിരുന്നുള്ളൂ, വണ്ടി എത്തിയിട്ടില്ല. അപ്പോൾ 9:45 ഞങ്ങൾ പോണത്. എനിക്കാണ് ഫ്ലൈറ്റ്. പക്ഷേ ഇവിടെ റോഡ് പണിയും കാര്യങ്ങളൊക്കെ ആയ കാരണം കൊണ്ട് ഞങ്ങൾ നേരത്തോടെ തന്നെ ഇറങ്ങി. അപ്പോൾ ഇതേ വണ്ടിയിലൊക്കെ കയറി അങ്ങനെ പോവാണ്. ഇവിടെ നിന്ന് ഏകദേശം ഒരു 1.5 മണിക്കൂറൊക്കെ ഉണ്ട് അങ്ങോട്ട്. അപ്പോൾ ഞാൻ എയർപോർട്ട് കണ്ടിട്ട് കുറേ കൊല്ലങ്ങളായി. മാറ്റങ്ങളൊക്കെ അവിടെ വന്നതിന് ശേഷം ഞാൻ കണ്ടിട്ടേ ഇല്ല. പഴയതായിരിക്കുമ്പോഴാണ് കണ്ടിട്ടുള്ളത്. ചെറുപ്പത്തിലാണ് പോയിട്ടുള്ളതൊക്കെ. അപ്പോൾ എല്ലാവരോടും യാത്ര പറഞ്ഞ് അങ്ങനെ ഇറങ്ങി. അപ്പോൾ ഞാനിങ്ങനെ പുറത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ എനിക്കിങ്ങനെ യാത്രകളൊക്കെ പോകണത് നല്ല ഇഷ്ടമാണ്. ഇപ്പോൾ ലോങ് യാത്ര പോയിട്ടൊക്കെ കുറേ നാളുകളായി. ലാസ്റ്റ് ട്രിപ്പ് പോയത് കോളേജിൽ പഠിക്കുമ്പോഴായിരുന്നു. അത് വയനാട്ടിലേക്കായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അത് അടിപൊളിയായിരുന്നു. അപ്പോൾ ഓരോ യാത്രകളും നമുക്ക് ഓരോ എക്സ്പീരിയൻസ് തരുമെന്ന് പറയാം. അതുപോലെ തന്നെയാണ് നമുക്ക് കുറേ മെമ്മറീസ് ഉണ്ടായിരിക്കും, കുറേ കാഴ്ചകൾ കാണാം. അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട് യാത്രകളിലൂടെ നമുക്ക് കിട്ടാൻ. അതുപോലെ തന്നെയാണ് നമ്മുടെ ലൈഫും. ഒരു യാത്രയിലൂടെ തന്നെയാണ് നമ്മുടെ ലൈഫും പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ പുറത്തെ കാഴ്ചകൾ കണ്ടിട്ട് പിന്നെ ബോറടിച്ചിട്ടൊക്കെ ഇരിക്കുകയായിരുന്നു. പിന്നെ ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന ഞാനത് കുഴപ്പമുണ്ടായിരുന്നില്ല. അല്ലാതെ ഫോൺ ഇങ്ങനെ യാത്രയൊക്കെ പോകുമ്പോൾ നോക്കിക്കൊണ്ടൊന്നും ഇരിക്കാറൊന്നുമില്ല. അപ്പോൾ ചാലക്കുടി എത്തിയതിന് ശേഷം പിന്നെ അവിടെ നിന്ന് വേറൊരു വഴി കട്ട് ചെയ്തിട്ടൊക്കെ കേട്ടോ അങ്കമാലിയിലേക്ക് കയറിയത്. കാരണം അവിടെ റോഡ് പണിയും കാര്യങ്ങളൊക്കെ കിടക്കുന്നതിനെ കൊണ്ട് വൻ ടാസ്ക് ആയിരുന്നു. ഞാൻ കുറേ നേരം പോസ്റ്റായിരുന്നു, അമ്മാമ്മയുമായി സംസാരിച്ച് അങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പം ഞാനെന്തായാലും ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ട് വെറുതെ വീട്ടിലിരിക്കുകയാണല്ലോ. അപ്പോൾ അമ്മായും പറഞ്ഞു വരുന്നുണ്ടോ എന്ന്. അപ്പോൾ എന്തായാലും വീട്ടിൽ വെറുതെ ഇരിക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഞാനും പോകാമെന്ന് വിചാരിച്ചു. പക്ഷെ കുറേ ടൈം എടുക്കും നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ വിചാരിച്ചതിനെക്കാട്ടും മുമ്പ് തന്നെ എത്തി. അപ്പോൾ ഒരു ഏകദേശം ഒരു 1.5 മണിക്കൂർ എടുത്തുള്ളൂ അപ്പോഴേക്കും നമ്മൾ. അപ്പോൾ എയർപോർട്ട് റിന്യൂ ചെയ്തതിന് ശേഷം ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. അതിന് മുമ്പത്തേതായിരുന്നു ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും നേരിട്ട് കണ്ടപ്പോൾ നല്ല സന്തോഷമായി, നല്ല രസമുണ്ട് എല്ലാം കാണാനൊക്കെ ആയിട്ട്. പിന്നെ ലഗേജൊക്കെ ഇറക്കി അങ്ങനെ ഞാൻ അവിടെയൊക്കെ ചുറ്റും വീഡിയോസൊക്കെ എടുക്കായിരുന്നു. അപ്പോൾ മാമ ലഗേജൊക്കെ എടുത്തിട്ട് പിന്നെ പോകാൻ നിന്നു. അപ്പോൾ ഞങ്ങൾ എന്തായാലും കുറച്ച് നേരം കൂടി നിന്നിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഉള്ളിൽ കയറി ഓക്കെ ആയിട്ട് വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടേക്കൊക്കെ നടന്നപ്പോഴാണ് വ്യൂ ഗാലറിയൊക്കെ കണ്ടത്. അപ്പോൾ അവിടെയൊക്കെ പോയാലെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും വന്ന സ്ഥിതിക്ക് അവിടെ കയറാമെന്ന് വിചാരിച്ച് ഞങ്ങൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് നടക്കായിരുന്നു അങ്ങോട്ട്. അപ്പോൾ മാമൻ ദേ അവിടെ നിൽക്കുന്നുണ്ട്, ഉള്ളിലേക്ക് ചെക്കിങ്ങിനൊക്കെ ആയിട്ട്. 3 മണിക്ക് അതിനോട് ടൈമുണ്ട്. ഏകദേശം ഒരു 11:30 കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ അവിടെ എത്തിയത്. അപ്പോൾ വ്യൂ ഗാലറിക്ക് ടിക്കറ്റ് എടുക്കണമെന്ന് അവിടെ ഞങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നേരെ അങ്ങോട്ട് നടക്കായിരുന്നു. അങ്ങനെ എന്നിട്ട് ഉള്ളിലേക്ക് കയറി. അടിപൊളിയായിരുന്നു, ഉള്ളിൽ ഫുൾ AC ഒക്കെ ആയിട്ട്. അപ്പോൾ കുറേ പേര് അവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ എയർ ഹോസ്റ്റേഴ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ നേരെ അവിടെ ചെന്ന് നോക്കുമായിരുന്നു. അപ്പോൾ 1-2 പ്ലെയിൻ അവിടെ കിടക്കുന്നുണ്ടായിരുന്നു. ദൈവം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വന്നിറങ്ങണത് ശരിക്കും കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം അവിടെ വേറെ ബിൽഡിങ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. വന്നിറങ്ങിയതിന് ശേഷം ഇങ്ങോട്ട് വരുമ്പോഴാണ് കാണുന്നുണ്ടായിരുന്നത്. പിന്നെ ഇവിടെ പോലെ അപ്പോൾ ഞങ്ങളിങ്ങനെ അതൊക്കെ വരുന്നതൊക്കെ ഇങ്ങനെ കണ്ട് ഇങ്ങനെ വീഡിയോസൊക്കെ എടുത്ത് നിൽക്കായിരുന്നു. അപ്പോൾ അതിൽ വന്നിറങ്ങണത് സംഭവങ്ങളൊന്നും കാണുന്നുണ്ടായിരുന്നില്ല. കുറേ ഇങ്ങനെയൊക്കെ പോണത് മാത്രമേ കാണുന്നുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇതൊക്കെ ഒരു കൗതുകമല്ലേ കാണാൻ വേണ്ടിയിട്ട്. കൂടുതലും അവിടെ കിടക്കുന്നുണ്ടായിരുന്നത് ഇൻഡിഗോൻ്റെ ഫ്ലൈറ്റുകളായിരുന്നു. ഇവിടെ നിന്നാൽ തന്നെ എത്ര അകലെയാണ് അത് വന്ന് ഇറങ്ങണതും സംഭവങ്ങളൊക്കെ അല്ലേ. ഇതൊക്കെ പറഞ്ഞപ്പോഴാണ് എൻ്റെ ഒരു ചേച്ചിയും കൂടിയും പോകാൻ നിൽക്കുന്നുണ്ട്. എനിക്ക് വേണ്ടപ്പെട്ട അറിയുന്നൊരു ചേച്ചി തന്നെയാണ്. അപ്പോൾ ചേച്ചിക്കും ഒരു ഹാപ്പി ജേണി പറയുകയാണ്. ഞാനിത് കാണുന്നുണ്ടെങ്കിൽ ചേച്ചി എന്തായാലും കാണുമെന്ന് വിചാരിക്കുന്നു. ഞാനും പണ്ട് പോയിട്ടുണ്ട്, എൻ്റെ അച്ഛനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടായിരുന്നു.
പണ്ട് പോയിട്ടുണ്ടായിരുന്നു. ഞാൻ ഏകദേശം ഒരു 2ാം ക്ലാസ് 3ാം ക്ലാസ് പഠിക്കുന്ന സമയത്തായിരുന്നു അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം പിന്നെ അച്ഛൻ നാട്ടിൽ തന്നെയായിരുന്നു. പണ്ടൊന്നും ഫോണോ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, ലെറ്ററൊക്കെ അല്ലേ അയക്കുക, കത്തല്ല അയക്കുക. അപ്പോൾ എന്നെക്കുറിച്ച് അച്ഛൻ ചോദിക്കാറുണ്ട്. അതുപോലെ അമ്മ ഇവിടെ നിന്ന് ഇങ്ങനെ എഴുതിയൊക്കെ അയക്കുമായിരുന്നു. അപ്പോൾ ആ കത്തുകളൊക്കെ അമ്മ ഇപ്പോഴും സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് ഒരു ഓർമ്മയ്ക്കായിട്ട്. പിന്നെ പ്രവാസികളുടെ ഒരു ലൈഫ് എന്ന് പറയുന്നത് അങ്ങനെ തന്നെയാണ് അല്ലേ. നാടും വീടൊക്കെ വിട്ട് പോവുക, അവിടെ കിടന്ന് കുറേ നാൾ കഷ്ടപ്പെടാം. ചിലരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് ഒരു 2 വർഷത്തിന് 3 വർഷത്തിനൊക്കെ ആയിട്ടായിരിക്കും ചിലപ്പോൾ പോകുന്നുണ്ടാവാം, അതിനുള്ളിൽ സെറ്റിലായിട്ട് വരാമെന്നൊക്കെ വിചാരിച്ചിട്ട്. പക്ഷേ അങ്ങനെയല്ല നടക്കുക. ചിലപ്പോൾ അവിടെ 5 വർഷം നിൽക്കേണ്ടി വരും, ചിലപ്പോൾ 10 വർഷം, അതിനും കൂടുതലായിരിക്കും പിന്നീട് ഉണ്ടാവുക. ഇനിയും കൂടുതൽ മിസ് ചെയ്യുക വീട്ടിലുള്ളവർക്ക് തന്നെയായിരിക്കും ആ ഒരു ഫീലും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. സാഹചര്യങ്ങൾ കൊണ്ട് പോകാണ്ടും പറ്റില്ല, ആ ഒരു പ്രശ്നങ്ങളും ഉണ്ടാവും. ഞാനും വളരെ ചെറുപ്പത്തിലായിരിക്കുമ്പോഴായിരുന്നു അച്ഛനും പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കങ്ങനെ പോയ ഓർമ്മകളൊന്നും ഉണ്ടായിരുന്നില്ല. അച്ഛൻ വന്നപ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു ഓർമ്മയാണ് എനിക്കുള്ളത്. പിന്നെ നാട്ടിലെന്നുള്ള കാരണം കൊണ്ട് പിന്നെ അങ്ങനത്തെ ഒരു പ്രശ്നം പിന്നെ ഉണ്ടായിട്ടില്ല. പിന്നീട് ഇതുപോലെ പോകാൻ വേണ്ടിയിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് അത് ശരിയായില്ല. മെഡിക്കലും കാര്യങ്ങളൊക്കെ അതിൽ ഇതായിപ്പോയി. നമ്മളെവിടെ നിൽക്കുകയാണെങ്കിൽ എന്താ ഹാപ്പി ആയിട്ട് നിൽക്കാൻ നോക്കാം എന്നതാണ് വേണ്ടത്. അന്ന് അച്ഛൻ ഗൾഫിൽ നിന്ന് വരുമ്പോൾ ഞാൻ അന്നത്തെ ദിവസം ഉറങ്ങിയിട്ടേ ഉണ്ടായിരുന്നില്ല. രാത്രി എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഒരു 12 മണി 1 മണി ആ ഒരു സമയത്തായിരുന്നു അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അന്ന് പിന്നെ അയ്യനുണ്ടായിരുന്നില്ല, ഞാൻ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അച്ഛൻ കുറേ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു എനിക്ക് വേണ്ടിയിട്ട്. കുറേ കളിക്കണതും സാധനങ്ങളൊക്കെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. കുറേയൊക്കെ ഞാൻ നശിപ്പിച്ച് അങ്ങനെ കളഞ്ഞു, കുറേയൊക്കെ ചീത്തയായിപ്പോയി. ഡിബിയ പോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഒരെണ്ണം, ഒരു വെയിൽ പോലത്തെ സംഭവം, അതിൻ്റെ കൂടെ 2 കുട്ടികളെ പോലെയുള്ള 2 മീനുകളായിട്ട്, ഒരു റെഡും ഒരു ബ്ലൂ ഫിഷും ആയിരുന്നു അത്. അതിൻ്റെ ഒരു സിനിമയൊക്കെ ഉണ്ടായിരുന്നു, ഇംഗ്ലീഷ് ഫിലിമൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ പേരെനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. വാങ്ങിച്ചതിന് ശേഷമാണ് ഞാൻ അത് ഒരു ഫിലിമിൽ കണ്ടത്. അപ്പോൾ ഞാൻ അമ്മയ്ക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്, അമ്മ എൻ്റെ അതേ ഫിഷ് ഇതേ ഈ സിനിമയിലെന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ചെറുപ്പത്തിലായിരിക്കുമ്പോൾ എന്താ ഭയങ്കര ഇന്നസെൻസ് ആയിരിക്കും എല്ലാവർക്കും, അല്ല ചെറിയ പിള്ളേർക്കൊക്കെ. അപ്പോൾ നമുക്ക് കുറേ പേരൊന്നും മനസ്സിലാക്കാനൊന്നും പറ്റത്തില്ല. നമ്മൾ വലുതായി കഴിയുമ്പോഴാണ് ഓരോരുത്തർ മനസ്സിലാക്കാനോ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെന്നൊക്കെ നമ്മൾ പഠിച്ച് വരുന്നത്. മനസ്സിലാക്കാൻ പറ്റും ആരൊക്കെ നമ്മളെ കൂടെ ഉണ്ടാവും, ആരൊക്കെ ഉണ്ടാവില്ല എന്നൊക്കെ ഓരോരുത്തരെ കുറിച്ച് നമുക്ക് പഠിക്കാൻ പറ്റും. എനിക്കിപ്പോഴും കോൺടാക്റ്റുള്ള കുറച്ച് ഫ്രണ്ട്സേ ഉള്ളൂ, വളരെ കുറച്ച് ഫ്രണ്ട്സ്. അവർ എപ്പോഴും എന്നോട് സംസാരിക്കും. ചിലപ്പോൾ കുറച്ച് ദിവസം സംസാരിച്ചില്ലെങ്കിലും അവർ ഇങ്ങോട്ട് വിളിക്കും, അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വിളിക്കും. അങ്ങനെയാണ്. ആ ഒരു കണക്ഷൻ ഇപ്പോഴും പോയിട്ടില്ല. അത് പോവാണ്ടിരിക്കണം എന്ന് തന്നെയാണ് ആഗ്രഹം. അപ്പോൾ നമ്മൾ സംസാരിച്ച് എന്തായി, കാട് കയറിപ്പോയില്ലേ ഗൈസ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ കയറിയിട്ട് കുറച്ച് നേരം, അത്യാവശ്യം നേരം നിന്നു നമ്മൾ. അങ്ങനെ ഓരോന്നൊക്കെ വരുന്നതൊക്കെ കണ്ട്. പിന്നെ മാമൻ വിളിക്കുന്നവരെ വെയിറ്റ് ചെയ്താന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞ് പിന്നെ മാമൻ വിളിച്ച് പറഞ്ഞു, ഇനി നിങ്ങൾ പൊക്കോ എന്ന് പറഞ്ഞു. അവിടുത്തെ ബോഡി പാസും കാര്യങ്ങളൊക്കെ കിട്ടിയെന്ന് പറഞ്ഞു. പിന്നെ ഈ വീഡിയോസിലൊക്കെ കാണാറുണ്ട് ഇങ്ങനെ ഇറങ്ങിയിട്ടൊക്കെ വരുന്ന സംഭവങ്ങൾ ഇതൊക്കെ. അപ്പോൾ ഇവിടെയൊക്കെ എല്ലാം വന്ന് കിടക്കുന്നുണ്ട്, പക്ഷെ ആരും അങ്ങനെ ഇറങ്ങി പോണതോ അല്ലെങ്കിൽ ഇതിൽ കൂടെ പോണേന്നൊന്നും നമ്മൾ കാണുന്നില്ല. അതിപ്പോൾ എന്താണെന്നറിയില്ല. അപ്പോൾ അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്തോ. ഞാൻ വർക്ക് ചെയ്തിരുന്നിടത്ത് എൻ്റെ അടുത്ത ലൈൻ ലീഡറിൻ്റെ വീട് ഇവിടെ നെടുമ്പാശ്ശേരി തന്നെയാണെന്ന് ആൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു ദിവസം വായോ വീട്ടിലേക്കെന്നൊക്കെ പറഞ്ഞിട്ട് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതുവരെ ഒന്നും പോകാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഒരു പ്ലെയിൻ ഫ്ലൈ ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ അത് അവിടെ എത്തിയിട്ടാണ് അങ്ങനെ പറന്നു പോണത് കണ്ടത്. എല്ലാതും വന്ന് ഇറങ്ങണത് മാത്രമേ കണ്ടുള്ളൂ. അപ്പോൾ ഒരെണ്ണം മാത്രം അങ്ങനെ ഫ്ലൈ ചെയ്ത് പോണത് കണ്ടത്. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അവിടെ നിന്ന് ലിഫ്റ്റ് ഇറങ്ങി വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. താഴെയായിരുന്നു വണ്ടി ഉണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി അങ്ങനെ നടന്നപ്പോൾ ഞങ്ങളുടെ വണ്ടി അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഒക്കെ രാത്രിയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യമായിട്ടാണ് പകൽ വന്നത്. അപ്പോൾ എന്തായാലും നന്നായിട്ട് കാണാനൊക്കെ പറ്റി. അങ്ങനെ തിരിച്ച് ഞങ്ങൾ വണ്ടിയിൽ കയറി പോവുകയാണ് തിരിച്ച്. പിന്നെ വരുമ്പോൾ അത്ര ബ്ലോക്കോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പോകുമ്പോൾ നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു ചില ഭാഗത്തായിട്ട്, കാരണം റോഡ് പണിയൊക്കെ നടക്കണ കാരണം കൊണ്ട്. അങ്ങനെ പിന്നെ 1:30 ആയപ്പോൾ വീട്ടിലെത്തി. അങ്ങനെ ഒരു സമാധാനം കിട്ടി നമുക്ക് വീട്ടിലെത്തിയപ്പോൾ, ഒരു ഇതാണല്ലോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ ഡ്രസ്സ് മാറി നേരെ ഫുഡ് കഴിക്കാനായിട്ട് പോയി. വൈകിട്ടായപ്പോൾ അമ്മായി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാമന് കൊടുത്തയച്ച ഉണ്ണിയപ്പമൊക്കെ കുറച്ച് ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ആരും കഴിക്കില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അതേ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉണ്ണിയപ്പം നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അപ്പോൾ അങ്ങനെ ഉണ്ണിയപ്പമൊക്കെ ഇരുന്ന് കഴിച്ചു. നല്ല പാകത്തിനുള്ള മധുരവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാൻ എപ്പോഴും അങ്ങനെ ഉണ്ണിയപ്പമൊന്നും കഴിക്കാറില്ല. ഇങ്ങനെ വീട്ടിലുണ്ടാക്കുന്നതൊക്കെ ഇങ്ങനെ കഴിക്കാറുണ്ട്. പിന്നെ ചായ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ചായയും കൂട്ടി അങ്ങനെ കഴിച്ചു. പിന്നെ മിച്ചർ വാങ്ങിച്ചതിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് മിച്ചർ കൊടുത്ത് കഴിച്ചു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് രാത്രി ആയപ്പോൾ
പുട്ടുണ്ടായിരുന്നു. പിന്നെന്താ എനിക്കിഷ്ടപ്പെട്ടൊരു കറി തന്നെയായിരുന്നു, ചെമ്മീൻ കറി ഉണ്ടായിരുന്നു, ചെമ്മീൻ റോസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂട്ടി അങ്ങോട്ട് രാത്രിയും കഴിച്ചു. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെ ആയിരുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ടാറ്റാ.